ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐബുപ്രോഫീൻ ഡ്രഗിനെ കുറിച്ചിട്ടാണ്. ഐബുപ്രോഫീൻ എന്ന് പറയുന്നത് എൻസൈഡ്സ് ക്ലാസ്സിലുള്ള മെഡിസിനാണ്. ഇത് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. ഇതിന് 3 പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അനാൽജസിക് എന്ന് പറഞ്ഞാൽ പെയിൻ കുറയ്ക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ആൻറ്റി പൈററ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീവർ കുറയ്ക്കാൻ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നീരോ തടുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐബുപ്രോഫീനിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി വളരെ കുറവാണ്. കൂടുതലായിട്ട് നിൽക്കുന്നത് അനാൽജസിക് ആൻഡ് ആൻറ്റിപൈററ്റിക് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ പാരസിറ്റമോൾ ഒന്നും അവൈലബിൾ അല്ലാത്ത കേസിൽ ഒരാൾക്ക് പനിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐബുപ്രോഫീനിൽ ആൻറ്റിപൈററ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഐബുപ്രോഫീൻ യൂസ് ചെയ്യാം. പിന്നെ ഡോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 400 to 600 mg 8 hours ഇൻ്റർവെല്ലാണ് ഡോസ് പറയുന്നത്. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പെയിനോ എന്തെങ്കിലും ഉള്ളൊരു കേസിൽ ഫസ്റ്റ് ഒരു ഡോസ് കൊടുത്തു, അതായത് ഒരു ടാബ്ലറ്റ് കഴിച്ചു, ഒരു 400-600 mg ഉള്ള ടാബ്ലറ്റ് കഴിച്ചു. അപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുറഞ്ഞിട്ടില്ല രണ്ടാമതൊരു പ്രാവശ്യം കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു ചെറിയ പെയിനാണ്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയൊരു തലവേദനയോ പല്ലുവേദനയോ ഒക്കെ ആണെങ്കിൽ, അതായത് ചെറിയൊരു പെയിൻ ആണെങ്കിൽ 400 to 600 mg കഴിക്കേണ്ട ആവശ്യമില്ല. ബ്രൂഫിൻ്റെ 200 mg ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഈ ബ്രൂഫിൻ എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിമാണ്. ഐബുപ്രോഫീൻ എന്ന് പറയുമ്പോൾ ജനറിക് നെയിമാണ്. പിന്നെ ചൈൽഡ് ഡോസിനെ കുറിച്ച്, ഈ നേരത്തെ പറഞ്ഞത് അഡൽട്ടിൻ്റെ ഡോസിനെ കുറിച്ചിട്ടാണ്. ഇനി ചൈൽഡിൻ്റെ ഡോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 to 15 mg per kg ആണ്. അതായത് വെയ്റ്റിനനുസരിച്ചിട്ടാണ് 10 to 15 mgയുടെ ഇടയിൽ ആ ഒരു ഇത് വരുന്നത്. പിന്നെ ഒരു 7 കിലോഗ്രാമിൽ കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കൊടുക്കുന്ന ആ ഒരു mg വേരി ചെയ്യും. പിന്നെ ഐബുപ്രോഫീൻ്റെ സിറപ്പൊക്കെ അവൈലബിൾ ആണ്. ഐബുപ്രോഫീൻ കമ്പൈൻ ചെയ്ത് വരാറുണ്ട്, അതായത് പാരസിറ്റമോളിൻ്റെ കൂടെ കോമ്പിനേഷനിൽ വരാറുണ്ട്. അതാണ് ഈ സെക്കൻഡ് പിക്ചറിൽ കാണുന്നത് കോംബിഫ്ലാം. ഇതിൽ ഐബുപ്രോഫീനും പാരസെറ്റമോളും ആണുള്ളത്. അപ്പോൾ ഇത് ഏത് കേസിലൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പനി, അതുപോലെ പെയിനൊക്കെ ഉള്ളത്, അതുപോലെ മൈനർ സർജറിയൊക്കെ കഴിഞ്ഞ കേസിൽ കോംബിഫ്ലെയിമിൻ്റെ യൂസ് വരുന്നത്. പിന്നെ നമുക്ക് യൂസസ് നോക്കാം. യൂസസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈൽഡ് ടു മോഡറേറ്റ് പെയിനുകൾക്ക് ഇത് യൂസ് ചെയ്യും. പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പെയിൻ എന്ന് പറയുമ്പോൾ, നേരത്തെ ആദ്യം പറഞ്ഞ പെയിൻ മൈൽഡ് ടു മോഡറേറ്റ് പെയിൻ എന്ന് പറയുമ്പോൾ എല്ലാ പെയിനൊന്നും അർത്ഥമില്ല. അതായത് ഇപ്പോൾ ഒരു വയറിൽ നമുക്ക് അസിഡിറ്റി കാരണം ഒരു പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഐബുപ്രോഫീൻ ഹെൽപ്പ് ചെയ്യില്ല, അവിടെ റാനിറ്റഡിൻ പോലുള്ളതായിരിക്കും ഹെൽപ്പ് ചെയ്യുക. വയറിൽ സ്പാസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡ്രോട്ടിൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ മെൻസ്ട്രേഷനാണ്. പീരിയഡ്സിൻ്റെ ടൈമിലുണ്ട് അമിതമായ പെയിന്, അതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പിന്നെ ദന്തൽ പെയിൻ, പല്ലുവേദന അങ്ങനെയുള്ള കേസിലൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പല്ലെടുത്ത കേസിൽ ഡോക്ടർ നിങ്ങൾക്ക് പാരസിറ്റമോൾ അല്ലെങ്കിൽ ബ്രൂഫിൻ അല്ലെങ്കിൽ ഡൈക്ലോഫിനൊക്കെ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ തരും. പിന്നെ പറയുന്നത് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ അസോസിയേറ്റഡ് വിത്ത് മസ്കുലോ സ്കെലിറ്റൽ ആൻഡ് ജോയിൻറ്റ് ഡിസോർഡർ. ഈ ഭാഗങ്ങളിലൊക്കെ പെയിനോ ഇൻഫ്ലമേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ, ജോയിൻറ്റിലോ മസിൽസിലോ സ്കെലിറ്റൽസ് അങ്ങനെയൊക്കെ പെയിൻ ഉണ്ടെങ്കിലും ഈ ഒരു ബ്രൂഫിൻ യൂസ് ചെയ്യാം, അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കോൺട്രാ ഇൻഡിക്കേഷൻ, അതായത് ഏതൊക്കെ കേസിലാണ് ഐബുപ്രോഫീൻ യൂസ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് നോക്കുന്നത്. ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് ബ്രൂഫിൻ അല്ലെങ്കിൽ എൻസൈഡ്സ് ക്ലാസ്സിലുള്ള ഏതെങ്കിലും ഒരു ഡ്രഗുമായിട്ട് അലർജി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ മുൻപ് ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ GI എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആണ്, അവിടെ ബ്ലീഡിങ്ങോ അൾസറേഷനോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അൾസർ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഹാർട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പാടില്ല, ഐബുപ്രോഫീൻ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറോണറി ഹാർട്ട് ബൈപ്പാസ് സർജറിയൊക്കെ കഴിഞ്ഞൊരു വ്യക്തിക്ക് ഐബുപ്രോഫീൻ കൊടുക്കാറില്ല. പിന്നെ ആസ്തമ കേസിൽ കഴിക്കാൻ പാടില്ല. പിന്നെ ഈ ഒരു ഡ്രഗ് ഡിസിനസ്സോ ബ്ലഡ് വിഷനോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ഒന്നും ചെയ്യാൻ പാടില്ല ആ ഒരു സമയത്ത്, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് പറയുന്നത് ഇൻട്രാക്ഷൻ ആണ്. ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഐബുപ്രോഫീൻ എന്തൊക്കെ ഡ്രഗിൻ്റെ കൂടെ
ഇൻട്രാക്റ്റ് ചെയ്യും, ഏത് ഡ്രഗിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് വേറെ ഏതെങ്കിലും എൻസൈഡ്സ് ഡ്രഗ്സിൻ്റെ കൂടെ ഐബുപ്രോഫിൻ കൊടുക്കാൻ പാടില്ല. ഐബുപ്രോഫിനും ഒരു എൻസൈഡ് ക്ലാസ്സിലുള്ള ഒരു ഡ്രഗാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ എൻസൈഡ് ക്ലാസ്സിൽ വേറെ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അൾസർ ഫോം ചെയ്യാൻ, അൾസറേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തത് ഐബുപ്രോഫിൻ ആൻറ്റി പ്ലേറ്റ്ലെറ്റിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല. അതായത് ആൻറ്റി പ്ലേറ്റ്ലെറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ്പിരിൻ. ആസ്പിരിൻ എന്ന് പറയുന്നത് ഒരു എൻസൈഡ് ക്ലാസ്സിലുള്ള ഒരു ഡ്രഗ് കൂടെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെയും ഈ പറയുന്ന ഐബുപ്രോഫിൻ കൊടുക്കാൻ പാടില്ല. അതുപോലെ ആൻറ്റി കൊയാഗുലൻറ്റിന് ഒരുപാടുണ്ട്, അതിൽ ഒരു എക്സാമ്പിളാണ് വാർഫറിൻ എന്ന് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ കൂടെയും കൊടുക്കാൻ പാടില്ല. പിന്നെ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, അതുപോലെ തന്നെ സൈക്ലോസ്പോറിൻ ആൻഡ് ട്രെക്കോലിമസ്, ഇതിൻ്റെ കൂടെയും ഐബുപ്രോഫിൻ കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ കെലേമിയ അതുപോലെ തന്നെ റീനൽ ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. റീനൽ ടോക്സിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവുമെന്നാണ്. അതുപോലെ തന്നെ ഹൈപ്പർ കെലേമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂടും, അത് കാരണം നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ചെസ്റ്റ് പെയിനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ രണ്ട് കേസിലും ഐബുപ്രോഫിൻ കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അടുത്തത് പറയുന്നത് ലിഥിയം ആൻഡ് മെത്തോട്രെക്സേറ്റ്, ഇതിൻ്റെ കൂടെയും നമ്മൾ ഐബുപ്രോഫിൻ കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈ ഒരു മെഡിസിൻ കഴിക്കുന്നതിൻ്റെ കൂടെ ഐബുപ്രോഫിൻ കഴിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ ടോക്സിസിറ്റി കൂടും, അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല. പിന്നെ പറയുന്നത് AC ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആൻജിയോടെൻസിൻ 2 ആൻറ്റഗോണിസ്റ്റിൻ്റെ കൂടെയും ഐബുപ്രോഫിൻ കൊടുക്കാൻ പാടില്ല. കാരണം AC ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപ്റ്റോപ്രിലാണ്. അപ്പോൾ ഈ രണ്ട് മെഡിസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ഗ്രൂപ്പും നമ്മുടെ ഹൈ BP ഉള്ള കണ്ടീഷൻസിൽ പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. അതായത് BP കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിസിൻസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഐബുപ്രോഫിൻ കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഹൈപ്പർ ടെൻസീവ് എഫക്റ്റ്, അതായത് ഇപ്പോൾ ഈ ഒരു മെഡിസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഹൈ BP കൺട്രോളിൽ വരുത്തുക. ആ ഒരു ഹൈപ്പർ ടെൻസീവ് എഫക്റ്റിനെ, അതായത് ആൻറ്റി ഹൈപ്പർ ടെൻസീവ് എഫക്റ്റിനെ കുറച്ച് കളയും. അത് കാരണം അതിനൊരു എഫക്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഐബുപ്രോഫിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്.